കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു തക്കാളിച്ചോറാണ് കാണിക്കുന്നത്. റൈസും തക്കാളി ഒരുമിച്ചാണ് ഇതിൽ വേവിക്കുന്നത്. തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 2 ഏലക്കായ, കുറച്ച് കാഷ്നട്ട്, 2 സ്പൂൺ മുളകുംപൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഓണിയൻ, 2 ടൊമാറ്റോ, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വേപ്പില, 2 ടേബിൾ സ്പൂൺ പട്ടാണി എടുത്ത് വെച്ചിട്ടുണ്ട്. അരി നന്നായി 2 ഗ്ലാസ് അരിയുടെ അളവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 2 ഗ്ലാസ് അരി നന്നായി കഴുകി വാലേക്കാൻ വെക്കുക. അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അണ്ടിപ്പരിപ്പ് എല്ലാം നന്നായി മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കണം. നന്നായി മൂത്ത് വരുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ ഈ സബോള തക്കാളിക്ക് വേണ്ട ഉപ്പ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് മൂത്തിട്ട് മസാല മൂപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം മസാല ചേർക്കാം. ഇവിടെ ഞാൻ തക്കാളി പേസ്റ്റ് അരച്ച് ചേർത്തതിന് ശേഷമാണ് മസാല ചേർത്തിട്ട് മൂപ്പിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റുന്നുണ്ട്. അത് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് അതും കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ പീസും കൂടി വാടി വരുമ്പോൾ അതിൽ നമ്മൾ തക്കാളി അരച്ച് ചേർക്കണം. ഇവിടെ 2 തക്കാളിയാണ് 2 ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 2 തക്കാളി ഒരു ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് ആ പേസ്റ്റാണ് കുക്കറിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 തക്കാളി നമുക്ക് പേസ്റ്റായിട്ട് അരച്ചിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് വേണ്ടത്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് 3 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. തക്കാളി പേസ്റ്റ് ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി പേസ്റ്റൊക്കെ മിക്സ് ചെയ്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടി എല്ലാം ചേർത്ത് നന്നായി വഴറ്റുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചത്, അതായത് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോൾ നമ്മൾ അരി കഴുകി വെച്ചത് മസാല മൂത്ത് വരുമ്പോൾ ചേർത്തിട്ട് അരിയും കൂടി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കണം. അതിലെ വെള്ളമൊക്കെ ഒന്ന് വലിയണ വരെ നമുക്ക് കുക്കറിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പട്ടാണിയും കൂടി ചേർത്തിട്ടുള്ള റൈസാണ്. ആവശ്യത്തിന് ചൂടുവെള്ളം അരി മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച ചൂടാക്കി വെച്ച 3 ഗ്ലാസ് വെള്ളം, പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 1 വിസിലാണ് അടിക്കേണ്ടത്. 1 വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടുവെള്ളം ഞാൻ വെച്ചപ്പോൾ അരിക്ക് അളവിന് വെള്ളം വെച്ചപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പൊടി മുന്നിൽ നിന്നാലാണ് നമ്മുടെ റൈസിൽ ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവ് നമുക്ക് ആവശ്യത്തിന് തീരുമാനിക്കാം ഓരോരുത്തർക്കും. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് പറയാൻ പറ്റില്ല. അപ്പോൾ 1 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആവി നന്നായി പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ആദ്യം വെയിറ്റ് ഊരിയിട്ട് വേണം കുക്കർ തുറക്കാൻ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കരുത്. അപ്പോൾ വെയിറ്റ് ഊരി എടുത്തതിന് ശേഷം കുക്കറിൽ ആവിയെല്ലാം പോയി നമ്മൾ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. ഇതാ നമ്മുടെ തക്കാളിച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുന്നു. വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഒട്ടും കുഴഞ്ഞിട്ടില്ല, കട്ട പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് അളവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലിട്ട് സെർവ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് സർലാസും കുറച്ച് തൈരും പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതും പപ്പടം വറുത്തതാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്തി കഴിക്കുന്നത്. നമുക്ക് അച്ചാർ ഉപയോഗിക്കണമെങ്കിൽ അച്ചാർ ഉപയോഗിക്കാം, നല്ല ടേസ്റ്റാണ്. നമുക്ക് ജീരകശാല അരി ഇല്ലെങ്കിൽ, ഇവിടെ ഞാൻ ജീരകശാല അരി എടുത്തു. ജീരകശാല അരി ഇല്ലാത്തവർക്ക് നമ്മൾ സാധാ വേവിച്ച ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതിട്ടിട്ടും തക്കാളി ചോറ് ഉണ്ടാക്കുന്നതാണ്. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് ചോറായി തക്കാളിയായി. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം.